നമോ വെങ്കിടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളിൽ ഒരുപാട് പേർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന വേൽമാറൽ മഹാമന്ത്രത്തെക്കുറിച്ചാണ് പറയുവാൻ പോകുന്നത്. ഞാൻ നേരത്തെ തന്നെ 2-3 പ്രാവശ്യം വേൽമാറൽ മന്ത്രത്തിൻ്റെ വരികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ഇട്ടിരുന്നു. പക്ഷെ പലരും അത് കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഏകദേശം ഒരു 1.5 വർഷം കഴിഞ്ഞ് ഞാൻ അത് ഇട്ടിട്ട്. ഇപ്പോൾ പുതിയതായിട്ടുള്ള കുടുംബാംഗങ്ങൾക്കൊന്നും അതിൻ്റെ അർത്ഥങ്ങൾ അറിയുന്നില്ല, വരികൾ കിട്ടുന്നില്ല എന്നെല്ലാം പറയുന്നുണ്ട്. അവർക്ക് ഞാൻ ആ പുസ്തകം വെച്ച് തന്നെ വായിച്ച് കേൾപ്പിക്കുവാൻ വേണ്ടിയുള്ള വീഡിയോയാണിത്. സാധാരണ നമുക്കെല്ലാവർക്കും വേൽമാറൽ മഹാമന്ത്രത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടും അതുപോലെ തന്നെ നിങ്ങൾ കേട്ടുള്ള അറിവും നിങ്ങൾക്കറിയാവുന്നവർ പറഞ്ഞുള്ള അറിവും എല്ലാം ഉണ്ടാകും. സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹത്തോടുകൂടി ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വേൽമാറൽ വായിച്ചു കേൾപ്പിക്കുവാൻ പോവുകയാണ്. അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭഗവാൻ നമ്മളോട് എല്ലാവരോടും ക്ഷമിക്കട്ടെ. അതിനോടൊപ്പം ഇതിൽ പറയുന്ന വാക്കുകളിൽ എന്തെങ്കിലും പിഴകൾ ഉണ്ടെങ്കിൽ നിങ്ങളും എന്നോട് ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് വേൽമാറൽ മഹാമന്ത്രത്തിലേക്ക് കടക്കാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ അരുണഗിരിനാഥർ സ്വാമി തന്ന് അനുഗ്രഹിച്ച ഒന്നാണ് വേൽമാറൽ മഹാമന്ത്രം എന്ന് പറയുന്നത്. ഇത് ഒരു മഹാമന്ത്രമായത് 1928 നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ വള്ളിമല ശ്രീ സച്ചിദാനന്ദ സ്വാമിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, മൈസൂർ മഹാരാജാവിൻ്റെ കയ്യിൽ നിന്നും സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി വാങ്ങിച്ച നമ്മുടെ വള്ളിമല ശ്രീ സച്ചിദാനന്ദ സ്വാമികൾ. അവർക്ക് മുന്നേ തന്നെ നമ്മുടെ എല്ലാവരുടെയും ഗുരുനാഥനായിട്ട് നിൽക്കുന്ന അരുണഗിരിനാഥർ സ്വാമികളാണ് വേൽ വകുപ്പ് എന്ന് തുടങ്ങി ഈ വരികൾ എഴുതിയത്. 16 വരികളെ 4 തവണ മുൻപും പിൻപും വരുന്ന രീതിയിൽ പുനഃക്രമീകരിച്ച് 64 വരികളായി ചിട്ടപ്പെടുത്തിയത് സച്ചിദാനന്ദ സ്വാമി തന്നെയാണ്. എന്തുകൊണ്ടാണ് മുന്നും പിന്നും എന്ന് പറയുന്നത് എന്നാൽ, നമ്മുടെ മുരുക ഭഗവാൻ ശൂരപത്മാസുരനെ വധം ചെയ്യുവാനായിട്ട് പോകുന്ന സമയത്ത് വേൽ ഒരു കയ്യിൽ മാത്രമല്ല പിടിച്ചത്, കൈകൾ മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നും പിന്നുമാക്കിയിട്ടെല്ലാമാണ് പിടിച്ചിരിക്കുന്നത്. അതിനെ മുൻനിർത്തിക്കൊണ്ടാണ് നമുക്കെല്ലാവർക്കും വേൽമാറൽ മഹാമന്ത്രം നമ്മുടെ സച്ചിദാനന്ദ സ്വാമികൾ തന്നിരിക്കുന്നത്. ഞാൻ ഇതിലെ വരികൾ വായിച്ചു പോകാം. അതായത് തമിഴിൽ നിന്ന് നമുക്ക് അക്ഷരങ്ങൾ മാറ്റി എഴുതുന്ന സമയത്ത് 1-2 അക്ഷരങ്ങൾക്ക് പിഴ വരാൻ സാധ്യത കൂടുതലാണ്. ഞാൻ പറയുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അക്ഷരത്തെറ്റുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റി എഴുതാവുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ വിനായക ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടതാണ്. അതിൻ്റെ മന്ത്രം ആ പുസ്തകത്തിൻ്റെ ആദ്യത്തെ പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു മന്ത്രമാണ്. 5 കരത്തனை யானை മുഖത്തனை ഇന്ദിൻ ഇളംപിறை പോലും എയിற்றினை നന്ദി മകന്തனை ஞான കൊഴുന്തിனை പുന്തിയിൽ വൈത്തടി പോറ്റുകിன்றേൻ. ആ വരികളും നിങ്ങൾ കണ്ടു കാണും. അതിനുശേഷം ഞാൻ വായിച്ചതും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്ത 3-ാമത്തെയും 4-ാമത്തെയും പേജുകളിലെല്ലാം തന്നെ 5 വരിക്കുള്ള പേജുകളിലെല്ലാം തന്നെ വേൽമാറൽ മഹാമന്ത്രം പാരായണം ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇത് ഞാൻ ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ജപിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾക്കനുസരിച്ച് 48 ദിവസം ഒരു മണ്ഡലം, നമ്മളെല്ലാവരും പറയും 41 ദിവസമല്ലേ ഒരു മണ്ഡലം എന്ന്. അല്ല, 48 ദിവസത്തെയും ഒരു മണ്ഡലമായി തന്നെയാണ് കരുതപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ തുടർച്ചയായിട്ട് 48 ദിവസം ജപിക്കാം. നമുക്ക് പീരിയഡ്സ് വന്നെങ്കിൽ ആ ഒരു 7 ദിവസം മാത്രം വിട്ടിട്ട് നമുക്ക് വേൽമാറൽ മഹാമന്ത്രം നമ്മുടെ പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് രാവിലെയോ വൈകുന്നേരമോ നമുക്ക് ഓരോ പ്രാവശ്യം ചൊല്ലാവുന്നതാണ്. ഇത് ജപിക്കുമ്പോൾ ഇടയിൽ എഴുന്നേറ്റ് പോകരുത്. ഇത് മുഴുവനാക്കിയതിനു ശേഷം മാത്രം എഴുന്നേറ്റ് പോവുക. ഇത് തുടങ്ങുമ്പോൾ തന്നെ വേലും മയിലും സേവലും തുണൈ എന്ന് 6 പ്രാവശ്യം ജപിക്കേണ്ടതാണ്. പിന്നീട് കന്ദർ അലങ്കാരത്തിലെ കട്ടളை കലിത്തുറയിലുള്ള വിഴിക്കുത്തുണை തിരുമെന്മലർ പാദങ്ങൾ മെയ്മെകുണ്ട്രാ മൊഴിക്കുത്തുണை മുരുകായിനം നാമങ്ങൾ മുൻപ് ചെയ്ത പഴിക്കുത്തുണை അവൻ പന്നിരു തോളും ഭയந்த തനി വഴിക്കുത്തുണை വടിവേലും സെങ്കോടൻ മയൂരമുമേ. ഇത് കഴിഞ്ഞ് വീണ്ടും വേലും മയിലും സേവലും തുണை എന്ന് 6 പ്രാവശ്യം പറയുക. പിന്നീട് മയിൽ അലങ്കാരമായ തടയ്ക്കൊട്ട വേൽമയിലെ ഇടത്തീർത്തനി വിടിൽ നീ വടക്കിർ കിരിക്കപ്പുറത്തും നിൻറോകയിൽ വട്ടമിട്ട് കടർക്കപ്പുറത്തും കതിർക്കപ്പുറത്തും കനക സക്കിരത്തിടർക്കപ്പുറത്തും ദിശയ്ക്കപ്പുറത്തും തിരികുവയേ എന്ന് പറയുക. ഇപ്പുറത്ത്, അതായത് 6-ാമത്തെ പേജിൽ നമുക്ക് ഈ തിരുത്തണിയിൽ ഉദിത്തരുളും എന്ന് തുടങ്ങുന്ന വരികൾ നമുക്ക് 16 വരികളെ ഉള്ളെങ്കിൽ പോലും തിരിച്ചും മറിച്ചും മുന്നും പിന്നുമായിട്ട് വായിക്കുമ്പോൾ 108 പ്രാവശ്യം വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് മന്ത്രജപത്തിലേക്ക് കടക്കാം.
திருத்தணியில் உதித்தருளும் ஒருத்தன் மலை വിരുത്തൻ എന്നതുളത്തിൽ ഉറേ കരുത്തൻ മയിൽ നടത്തുകുഹൻ വേലേ. നമ്മുടെ പ്രശ്നങ്ങളുടെ കാഠിന്യം അനുസരിച്ച് നമുക്ക് ആദ്യം 20 പ്രാവശ്യം ഇത് ചൊല്ലാം. ചെറിയ ചില കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് 12 പ്രാവശ്യം ചൊല്ലാവുന്നതാണ്. ഇത് നമ്മൾ 12 പ്രാവശ്യമോ 20 പ്രാവശ്യമോ ജപിച്ചു കഴിഞ്ഞതിനു ശേഷം ആദ്യത്തെ വരി എന്ന് പറയുന്ന പരുത്ത മുലൈ സിരുത്ത ഇടൈ വെളുത്ത നഗൈ കറുത്ത കുഴൽ സിവത്ത ഇതൾ മരച്ചിരിമി വിഴിക്കുനികർ ആകും. ഇതിൻ്റെ അർത്ഥങ്ങളെല്ലാം ഈ പുസ്തകത്തിൻ്റെ പിറകുവശത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുമുണ്ട്. ഇത് പറഞ്ഞു കഴിഞ്ഞത് പരുത്ത മുലൈ സിരുത്ത ഇടൈ വെളുത്ത നഗൈ കറുത്ത കുഴൽ സിവത്ത ഇതൾ മരച്ചിരിമി വിഴിക്കുനികർ ആകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വരി മന്ത്രങ്ങൾ കഴിഞ്ഞാലും വീണ്ടും തിരുത്തണിയിൽ എന്ന് ഒരു പ്രാവശ്യം പറയണം. അത് പറഞ്ഞു കഴിഞ്ഞതിനു ശേഷം രണ്ടാമത്തെ വരിയായ വീണ്ടും തിരുത്തണിയിൽ ഉദിത്തരുളും ഒരുത്തൻ മലൈ വിരുത്തൻ എന്ന ദുളത്തില്ലൂറി കറുത്തന്മയിൽ നടത്തുകുഹൻ വേലേ എന്ന് പറഞ്ഞ് വീണ്ടും തിരുത്തണിയിൽ എന്ന് പറയണം. തിരുത്തണിയിൽ എന്നല്ല, അത് മുഴുവനായിട്ടും, അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന രണ്ടാമത് വരിയിൽ കൊടുത്തിരിക്കുന്നത് മുഴുവനായിട്ടും പറയണം. ഇനി മൂന്നാമത്തെ സൊലർക്കറിയ തിരുപ്പുകഴை യുറത്തവரை അടുത്ത പകை അറുത്തെറിയ ഉരുക്കിയേഴും മരത്തെ നില കാണും തിരുത്തണിയിൽ ഉദിത്തരുളും ഒരുത്തൻ മലൈ വിരുത്തൻ എന്ന ദുളത്തിലുറേ കറുത്തന്മയിൽ നടത്തുകുഹൻ വേലേ. നാലാമത്തെ വരി തരുക്കിനമൻ മുറുക്കുവരി നെരുക്കുമതി തരിത്ത മുടി പടൈത്ത വിരൽ പടൈത്ത ഇறை കഴർക്കു നികരാകും തിരുത്തണിയിൽ എന്നുള്ളത് വീണ്ടും പറയാം. അഞ്ചാമത്തെ വരി പനയ്ക്കമുഖ പടക്കരട മതത്തവള ഗജക്കടവുൾ പദത്ത് ഇടും നീ കളത്ത് മുലൈ തെരിക്ക വരം ആകും. ആറാമത്തെ വരി സിരിത്തവുണർ എതിർത്തരണ കളത്തിൽ വെകു കുറൈത്തലകൾ സിരിത്തെയിരു കടിത്ത വിഴി വിഴിത്തലറ മൂതും. ഏഴാമത്തെ വരി തുതിക്കും അടിയവർക്കൊരുവർ കെടുക്ക ഇട നിനക്കിൽ അവർ കുലത്തെ മുതൽ അറക്കളയും എനക്കോർ തുണയാകും. എല്ലാ വരികളും പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ തിരുത്തണിയിൽ എന്നുള്ളത് മുഴുവനായിട്ടും പറയേണ്ടതാണ്. ഞാനിവിടെ പറഞ്ഞു കാണിക്കുന്നില്ല. ഇനി നമുക്ക് എട്ടാമത്തെ വരി തലത്തിലുള്ള കണത്തൊകുതി കളിപ്പിനുണ വழைപ്പതിന് മലർക്ക മല കരത്തിൻ മുളை വിതിർക്ക വളവാകും. ഒൻപതാമത്തെ വരി പഴുത്ത മധു തമിഴ് പലകை இருக்குമൊരു കവിപ്പുലവൻ ഇസൈക്കുരുകി വരയ്ക്കുഹേ ഇടിത്തു വഴി കാണും. 10 திசைக்கிரிய முதற்குலிசன் அறுத்த சிறை முளைத்ததென முகட்டினிடை பறக்க வர விசைத்ததிர ஓடும். 11 சுடற்பரிதி ஒளிப்ப நில ஒழுக்குமதி ஒளிப்ப அலை அடக்குதழில் ஒளிப்ப ஒளிர் ஒளிர்பிரபை வீசும். 12 தனித்து வழி நடக்கும் எனதிடത്തും ഒരു വലത്തും ഇരുപുറത്തും അറുകടുത്ത് ഇരവ് പകിട്ടുണയതാകും. നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും നന്നായി അറിയുന്ന വരിയാണിത്. ഞാൻ ഇടയ്ക്കിടെ പറയുന്ന ഒരു വരി കൂടിയാണ്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വരിയാണിത്. ഇതിൻ്റെ അർത്ഥങ്ങളെല്ലാം ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് നോക്കുക. 13 പസിത്തലകൈ മുസിത്തഴുതു മുറൈപ്പെടുതർ ഒഴിത്തവുണർ ഉറത്തുതിര നിனைத்தசைகள் പുസിക്ക വരുൾ നേരും. 14 വരി திரைக்கடலை உடைத்து நிறை புணர்க்கடிது குடித்துடையும் உடைப்படைய அடைத்துதிரம் நிறைத்து விளையாடும். 15 சுரர்க்கும் முனிவரர்க்கும் மகபதிக்கும் விதி தனக்கும் அரி தனக்கும் நரர் தமக்கும் முறும் இடுக்கன் வினை சாடும். 16 சலத்து வரும் மரக்கருடல் கொழுத்து வளர் பெருத்த குடர் சிவத்த தொடை இனச்சிகையில் விருப்பமுடு சூடும். 17 സുരർക്കും മുനിവരർക്കും മകപതിക്കും വിധി തനക്കും അരി തനക്കും നര തമക്കും ഉറും ഇടുക്കൻ വിനെ സാടും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 16 വരികളേ ഉള്ളൂ, മുന്നും പിന്നുമായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വായിച്ച വരികൾ തന്നെ വീണ്ടും വീണ്ടും വരും. ആകെ 16 വരികൾ എഴുതി വെച്ച് നിങ്ങളത് മനഃപ്പാടമാക്കുക. ഇനി 18ാമത്തെ വരി സലത്തുവരും അറക്കറുടൽ കൊഴുത്തുവളർ പെരുത്ത കുടർ സിവത്ത തുടை എനച്ചികയിൽ വിരുപ്പമോട് സൂടും. 19 பசித்தலகை முசித்தழுது முறைப்படுதல் ஒழித்தவுணர் உரத்துதிர நினைத்தசைகள் புசிக்க அருள் நேரும். 20 திரைக்கடலை உடைத்து நிறை புணர்க்கடிது குடித்துடையம் உடைப்படைய அடைத்துதிர நிறைத்து விளையாடும். 21 சுடற்பரிதி ஒளிப்ப நில ஒழுக்குமதி ஒளிப்பகலை அடக்குதழில் ஒளிப்ப ஒளிர் ஒளிர்பிரபை வீசும். 22 தனித்து வழி நடக்கும் எனதிடத்தும் ஒரு வலத்தும் இருபுறத்தும் அருகடுத்திரவு பகுற்றுணையதாகும். 23 பழுத்தமது தமிழ் பலகை இருக்கும் ஒரு கவிப்புலவன் இசைக்குறுகி வரைக்குகை இடித்து வழி காணும். 24 திசைக்கரிய முதற்குலிசன் அறுத்த சிறை முளைத்ததென முகட்டில் இடை பறக்க வரை விசைத்ததிர ஓடும். 25 துதிக்கும் அடியவர்க்கொருவர் கெடுக்க இட நினைக்கினவர் குலத்தை முதல் அறக்களையும் எனக்கோர் துணையாகும். 27 தலத்தில் உள்ள கணத்தொகுதி கழிப்பில் உண வழைப்பதன மலர்க்கமல கரத்தின் முளை விதிர்க்க வளைவாகும். 27 பனைக்க முக படக்கரட மதத்தவள கஜக்கடவுள் பதத்து இடும் நீ களத்து முளை தெரிக்க வரமாகும்.
28 சினைத்தவனர் எதிர்த்தரண களத்தில் வெகு குறைத்தலைகள் சிரித்தெயிரு கடித்த விழி விழித்தலர மோதும். 29 சொலற்கரிய திருப்புகழை உரைத்தவரை அடுத்த பகை அறுத்தெறிய உருக்கி எழும் மரத்தை நிலை காணும். 30 தருக்கினமன் முறுக்குவரின் எருக்குமதி தரித்த முடி படைத்த விரல் படைத்த இறை கழற்கு நிகர் ஆகும். 31 பருத்த முலை சிறுத்த இடை வெளுத்த நகை கருத்த குழல் சிவத்த இதழ் மரச்சிறுமி விழிக்கு நிகர் ஆகும். 32 திருத்தணியில் உதித்தருளும் ஒருத்தன் மலை விருத்தன் எனதுளத்தில் உரை கருத்தன் மயில் நடத்து குகன் வேலே. 33 தருக்கினமன் முறுக்குவரின் எருக்குமதி தரித்த முடி படைத்த விரல் படைத்த இறை கழற்கு நிகர் ஆகும். 34 சொலற்கரிய திருப்புகழை உரைத்தவரை அடுத்த பகை அறுத்தெறிய உருக்கி எழு மரத்தை நிலை காணும். 35 திருத்தணியில் உதித்தருளும் ஒருத்தன் மலை விருத்தன் எனதுளத்தில் உரை கருத்தன் மயில் நடத்து குகன் வேலே. 36 பருத்த முறை சிறுத்த இடை வெளுத்த நகை கருத்த குழல் சிவத்த இதழ் மரச்சிறுமி விழிக்கு நிகர் ஆகும். 37 தலத்தில் உள்ள கணத்தொகுதி களிப்பில் உண வழைப்பதன மலர்க்கமல கரத்தின் முளை விதிர்க்க வளைவாகும். 38 துதிக்கும் அடியவர்க்கொருவர் கெடுக்க இட நினைக்கில் அவர் குலத்தை முதல் அறக்களையும் எனக்கோர் துணையாகும். 39 சினைத்தவுணர் எதிர்த்தரண களத்தில் வெகு குறைத்தலைகள் சிரித்தேறு கடித்த விழி விழித்து அலரமோதும். 40 அணைக்க முக படக்கரட மதத்தவள கஜக்கடவுள் பதத்தையிடும் நீ களத்து முனை தெரிக்க வரம் ஆகும். 41 தனித்து வழி நடக்குமெனதிடத்தும் ஒரு வலத்தும் இரு புறத்தும் மறுகடத்திரவு பகுற்றுணையதாகும். 42 சுடற்பரதி ஒளிப்ப நிலை ஒழுக்குமதி ஒளிப்ப அலை அடக்குதழல் ஒளிப்ப ஒளிர் ஒளிர்பிரபை வீசும். 43 திசைக்கரிய முதற்குலிசன் அறுத்த சிறை முளைத்ததென முகட்டினிடை பறக்க வர ததிர ஓடும். 44 பழுத்தமது தமிழ்ப்பலகை இருக்கும் ஒரு கவிப்புலவன் இசைக்குறுகி வரைகுயை இடித்து வழி காணும். 45 சலத்துவரும் அரக்கருடல் கொழுத்துவளர் பெருத்த குடர் சிவத்த தொடை எனச்சிகையில் விருப்பமொடு சூடும். 46 சுரர்க்கும் முனிவரர்க்கும் மகபதிக்கும் விதி தனக்கும் அரிதனக்கும் நரர் தமக்கும் ஒரு இடுக்கன் வினை சாடும். 47 திரைக்கடலை உடைத்து நிறை புனர்கடிது குடித்துடையும் உடைப்படைய அடைத்துதிர நிறைத்து விளையாடும். 48 பசித்தலகை முசித்தழுது முறைப்படுதல் ഒഴിത്തവണൽ ഉറത്തുതിര നിனைത്തസைകൾ പുസിക്ക അരുൾ നേരം. എൻ്റെ വരികളെല്ലാം വ്യക്തമാകുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇനി 49 തിരക്കടலை ഉടൈത്തു നിறை പുണർക്കടിത് കുടിത്തുടയും ഉടൈപ്പടയ അടൈത്തുതിര നിറത്തു വിളയാടും. 50 പസിത്തലകை മുസിത്തഴുതു മുறைப்படுதൽ ഒഴിത്തവണൽ ഉറത്തുതിര നിனைத்தசைകൾ പുസിക്ക വരുൾ നേരും. 51 சலத்துவரும் மரக்கருடல் கொழுத்துவளர் பெருத்த குடர் சிவத்த தொடை எனச்சிகையில் விருப்பமொடு சூடும். 52 சுரர்க்கும் முனிவரர்க்கும் மகபதிக்கும் விதி தனக்கும் அரிதனக்கும் நரர் தமக்கும் ஒரு இடுக்கன் வினை சாடும். 53 திசைக்கரிய முதற்குலிசன் அறுத்த சிறை முளைத்ததன முகட்டினிடை பறக்க வர விசைத்ததிர ஓடும். 54 பழுத்தமது தமிழ்ப்பலகை இருக்கும் ஒரு கவிப்புலவன் இசைக்குறுகி வரைக்குகையை இடித்து வழி காணும். 55 தனித்து வழி நடக்கும் எனதிடத்தும் ஒரு வலத்தும் இரு புறத்தும் ஒரு கடுத்திரவு பகுற்றுணையதாகும். 56 சுடற்பரிதி ஒளிப்ப நில ஒழுக்குமதி ஒளிப்பகலை அடக்குதலில் ஒளிப்ப ஒளிர் ஒளிர்பிரபை வீசும். 57 சினைத்தவுணர் எதிர்த்தரண களத்தில் வெகு குறைத்தலைகள் சிரித்தேறு கடித்த விழி விழித்தலர மோதும். 58 பனைக்க முக படக்கரட மதத்தவள கஜக்கடவுள் பதத்தியிடும் நீ களத்து முனை தெரிக்க வரமாகும். 59 தலத்தில் உள்ள கணத்தொகுதி களிப்பில் உண வழைப்பதன மலர்க்கமல கரத்தின் முனை விதிர்க்க வளைவாகும். 60 துதிக்கும் அடியவர்க்கொருவர் கெடுக்க இட நினைக்கில் அவர் குலத்தை முதல் அறக்களையும் எனக்கோர் துணையாகும். 61 திருத்தணியில் உதித்தருளும் ஒருத்தன் மலை விருத்தன் என துளத்தில் ஒரு கருத்தன் மயில் நடத்து குகன் வேலே. 62 பருத்த முலை சிறுத்த இடை வெளுத்த நகை கருத்த குழல் சிவத்த இதழ் மரச்சிறுமி விழிக்கு நிகர் ஆகும். 63 தருக்கினமன் முறுக்குவரின் எருக்குமதி தரித்த முடி படைத்த விரல் படைத்த இறை கழற்கு நிகர் ஆகும். 64 அவசானத்தை வரிகள் சொலற்கரிய திருப்புகழை உரைத்தவரை அடுத்த பகை അറുത്തറിയ ഉരുക്കി എഴും അറത്തെ നില കാണും. വീണ്ടും തിരുത്തണിയിൽ എന്ന് തുടങ്ങുന്നത് നിങ്ങൾ 12 പ്രാവശ്യമാണ് ആദ്യം പറഞ്ഞത് എന്നുണ്ടെങ്കിൽ അവസാനിപ്പിക്കുമ്പോഴും 12 പ്രാവശ്യം തിരുത്തണിയിൽ ഉദിത്തരുളും പറയുക. അതിനുശേഷം വെയിലും മയിലും സേവലം തുണയെന്ന് 6 തവണ പറയുക. 20 പ്രാവശ്യമാണ് ആദ്യം പറഞ്ഞത് എങ്കിൽ തിരുത്തണിയിൽ എന്ന് തുടങ്ങുന്നത്
നമ്മൾ 20 പ്രാവശ്യം പറഞ്ഞതിന് ശേഷം 6 പ്രാവശ്യം നമുക്ക് വേലും മയിലും സേവലും തുണയെന്ന് പറയാവുന്നതാണ്. ഇതാണ് വേൽമാറൽ മഹാമന്ത്രം. ഈ മന്ത്രമാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെയും മാറ്റിമറിക്കുവാൻ സാധിക്കുന്ന മഹാമന്ത്രം എന്ന് പറയുന്നത്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക്, സാമ്പത്തികപരമായ പ്രശ്നങ്ങൾക്ക്, മംഗല്യ തടസ്സത്തിന്, നമ്മുടെ സന്താന ഭാഗ്യങ്ങൾക്കായിട്ട് തുടങ്ങി അനേകായിരം പ്രശ്നങ്ങൾക്ക് ഒരൊറ്റ മഹാമരുന്ന് എന്ന് പറയുന്നത് വേൽമാറൽ മഹാമന്ത്രമാണ്. ഈ മന്ത്രത്തിൻ്റെ വരികൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നും കൂടി നമുക്ക് കമൻറ്റ് ബോക്സിലൂടെ പറയുക. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അടുത്തൊരു വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. ഇനി ഞാൻ വേഗം ചിലതൊക്കെ ഞാൻ ഓടിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം വീണ്ടും വീണ്ടും വന്ന വരികളായതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയത്. നിങ്ങൾക്ക് ഏതെങ്കിലും വരികൾ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് എഴുതിയെടുത്തതിന് ശേഷം നമുക്കത് പ്ലേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. തിങ്കളാഴ്ച ഷഷ്ടിയാണ്, അന്ന് മുതൽക്ക് നിങ്ങൾക്കിത് ചൊല്ലിത്തുടങ്ങാം. അല്ലെങ്കിൽ ചൊവ്വാഴ്ച ദിവസം മുതൽക്കോ, അതുപോലെ തന്നെ നമുക്ക് കൃത്തിക നക്ഷത്ര ദിവസം മുതൽക്കോ വേൽമാറൽ മഹാമന്ത്രം അരുണഗിരിനാഥർ സ്വാമികളുടെ അനുഗ്രഹത്തോടുകൂടിയും വള്ളിമലൈ സച്ചിദാനന്ദ സ്വാമിയുടെ അനുഗ്രഹത്തോടുകൂടിയും നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുന്ന പാമ്പൻ സ്വാമികളുടെ അനുഗ്രഹത്തോടുകൂടിയും നമുക്ക് ചൊല്ലി തുടങ്ങാവുന്നതാണ്. കാരണം എവിടെ വേൽമാറൽ ജപിക്കുന്നുവോ അവിടെ മുരുക ഭഗവാൻ ഉണ്ട്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഭഗവാൻ ആദ്യം വേലയക്കും. വേലും മുരുകനും വേറെയല്ല. മുരുക ഭഗവാനുള്ള സ്ഥലങ്ങളിലെല്ലാം വേലുണ്ടാകും. പക്ഷെ വേൽ വെച്ച് വഴിപാട് ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം മുരുക ഭഗവാൻ ഉണ്ടാകണമെന്നില്ല. കാരണം മുരുക ഭഗവാന്റെ മുഴുവൻ ശക്തിയും വേലിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വേൽ ആദ്യമായി വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചത് അഗസ്ത്യ മഹർഷിയാണ്. മുരുക ഭഗവാന്റെ നേരിട്ടുള്ള ശിഷ്യൻ എന്നാണ് നമ്മുടെ അഗസ്ത്യ മഹർഷിയെ പറയുന്നത്. മുരുക ഭഗവാൻ തന്നെ പറഞ്ഞു കൊടുത്ത് എപ്പോഴും ഞാൻ നിന്നോടൊപ്പം വേണമെന്നുണ്ടെങ്കിൽ വേൽ വഴിപാട് ചെയ്യുക എന്ന അനുഗ്രഹം കൊടുത്തിട്ടുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള വേൽ നമ്മുടെ വീടുകളിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വേൽമാറൽ മന്ത്രം ജപിക്കും തോറും ചൊല്ലും തോറും നമുക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ അനുഭവിച്ചറിയുവാൻ സാധിക്കും. എത്ര പ്രശ്നങ്ങളാണെങ്കിലും, തീർത്താൽ തീരാത്ത കടങ്ങളാണോ, ആരോഗ്യപരമായ പ്രശ്നങ്ങളാണോ, സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളാണോ, എന്തും ആയിക്കോട്ടെ വേൽമാറൽ മഹാമന്ത്രം ജപിക്കുക. ഇത് മുഴുവനായും ചൊല്ലാൻ സാധിച്ചാൽ അത്രയും നല്ലത്. ഇനി അതിന് സാധിക്കാത്തവർ തിരുത്തണിയിൽ ഉദിത്തരുളും ഒരുത്തന്മല വിരുത്തൻ എന്ന ദുളത്തിലൊരു കരുത്തന്മയിൽ നടത്തുഗുഹൻ വേലെ എന്നെങ്കിലും ദിവസവും 12 പ്രാവശ്യമോ 20 പ്രാവശ്യമോ പറയാവുന്നതാണ്, അല്ലെങ്കിൽ എഴുതാവുന്നതാണ്. ഇനിയും ഒരുപാട് മുരുക ഭഗവാന്റെ കഥകളെക്കുറിച്ചും മുരുക ഭഗവാന്റെ ആ ഓരോ തിരുനാമങ്ങളെക്കുറിച്ചും മന്ത്രജപങ്ങളെക്കുറിച്ചും എല്ലാം നിങ്ങളിലേക്ക് എനിക്ക് എത്തിക്കുവാൻ ഭഗവാൻ അനുഗ്രഹം തരട്ടെ. ഇതുപോലെ വേൽമാറൽ മഹാമന്ത്രത്തെ പോലെ തന്നെ സ്കന്ദഷഷ്ടി കവചത്തെക്കുറിച്ചും ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുപോലെ തന്നെ ഇതിൻ്റെ അർത്ഥങ്ങളെല്ലാം ഞാൻ പല വീഡിയോകളിലൂടെ പറഞ്ഞു തന്നതാണ്. വീണ്ടും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള മുരുക ഭഗവാന്റെയും അതുപോലെ തന്നെ ഭഗവാന്റെയും തിരുക്കഥകളെക്കുറിച്ചും തിരുനാമങ്ങളെക്കുറിച്ചും മന്ത്രജപങ്ങളെക്കുറിച്ചും വഴിപാട് രീതികളെക്കുറിച്ചും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.